ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നുവെന്ന വാർത്തയും വരുന്നുണ്ട്. പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. അച്യുതൻ, കുറെ നാളുകളായിട്ട് ഇൻഡോ കനേഡിയൻ ബന്ധം വഷളായിരിക്കുകയാണ്. നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോയിൽ നിന്ന് മാർക്ക് കാർണിയിലേക്ക് എത്തുമ്പോൾ ആ ബന്ധം മെച്ചപ്പെടുന്നു എന്ന സൂചനകളാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും കൃഷ്ണ, ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്തുണ്ടായ തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം ഏറ്റവും കൂടുതൽ വഷളായ കാലഘട്ടമായിരുന്നു അത്. അതായത് പരസ്പര ഇരു രാജ്യങ്ങളും നയതന്ത്ര തലത്തിൽ പല നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഹൈക്കമ്മീഷണർമാരെ പുറത്താക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെല്ലാം ശേഷം ഇപ്പോൾ ആ ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഈ G7 ഉച്ചകോടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രിയും തമ്മിൽ ചില ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി അറിയിച്ചിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. അതിലൊന്ന്, പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് പതിവ് നയതന്ത്ര സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും ഈ ഉഭയകക്ഷി ചർച്ചയിലൂടെ ധാരണയിലെത്തി. നിർണായക തീരുമാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ വ്യാപാരം, മറ്റ് വിഭവങ്ങളുടെ പ്രയോജനപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി ചർച്ചകൾ ഉടൻ തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടക്കും എന്നാണ് ഈ ഉഭയകക്ഷി ചർച്ചയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്ന തരത്തിലേക്കാണ് നിലവിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ആർ അച്യുതനാണ്. ഇൻഡോ കനേഡിയൻ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നു.